My dearest sisters and brothers, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, thank you so much for waiting for me even though it's raining. ഈ മഴയായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I don't want to make you wait too long because it's raining and you're going to get wet. നിങ്ങൾ മഴയത്ത് നനയാൻ പോകുന്നതുകൊണ്ട് നിങ്ങളെ അധിക നേരം ഇവിടെ കാത്തു നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. So I'll speak quickly. Patan. അതുകൊണ്ട് ഞാൻ വേഗം സംസാരിക്കാം. So firstly I want to thank you for the way in which you have supported my brother at a time which was most difficult for him. എൻ്റെ സഹോദരന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ അദ്ദേഹത്തെ പിന്തുണച്ചത് അതിനുവേണ്ടി നിങ്ങളെ ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. A huge campaign was launched against him by the BJP, by Narendra Modi ji and all his people. Such a campaign must be unique in the world for its nastiness, negativity and for the amount of money and resources that were put into it just to make one man look bad and to tarnish his reputation. എൻ്റെ സഹോദരന്റെ പ്രതിച്ഛായ അദ്ദേഹത്തിന്റെ സത്കീർത്തി ഇല്ലാതാക്കാൻ വേണ്ടി, കളങ്കപ്പെടുത്താൻ വേണ്ടി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ആളുകളും ഒരുപാട് വിഭവങ്ങൾ ഉപയോഗിച്ച്, ഒരുപാട് പൈസ ഉപയോഗിച്ച് ലോകത്തൊരിടത്തും കണ്ടിട്ടില്ലാത്ത വിധം ഒരു പ്രചരണമാണ് എൻ്റെ സഹോദരനെതിരെ അഴിച്ചുവിട്ടത്. But my sisters and brothers, you recognize the truth. You saw that this man is fighting for what is right. He is fighting for democracy and he is fighting for India and you stood by him. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ പ്രചരണം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു, ഈ മനുഷ്യൻ പോരാടുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്, ഈ മനുഷ്യൻ പോരാടുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തോടൊപ്പം നിന്നു. My whole family is grateful to you for this. We will not forget how you have supported us. And it is a great honor for me to be the UDF candidate from here today. നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ സഹോദരനെ പിന്തുണച്ചത് അതിന് ഞാനും എൻ്റെ കുടുംബവും എല്ലാ കാലവും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ പിന്തുണച്ചോ എന്നത് ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആദരവായി ഞാൻ കണക്കാക്കുന്നു. It is an honor for me because you have a history of always fighting for what is right. Your freedom fighters from Wayanad fought against the British for India's freedom. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്ഥാനാർത്ഥിയാവുന്നത് എനിക്ക് വലിയൊരു ആദരമാണ്. കാരണം നിങ്ങളുടെ ചരിത്രം മുഴുവൻ നിങ്ങൾ എന്താണോ ശരി അതിനു വേണ്ടി പോരാടിയ ഒരു ചരിത്രം വയനാട്ടുകാർക്കുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടുകൂടി പോരാടിയവരാണ് ഇവിടുത്തെ ജനങ്ങൾ. And this is such a beautiful place. And you have so much love in your hearts for each other, for us, for... അത് മാത്രമല്ല ഇത് ഇത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പരസ്പരം ഞങ്ങളോട് ഒരുപാട് സ്നേഹം ഉള്ളിലുള്ളവരാണ് നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ. So it is an honor to be fighting this election on your behalf. And if you elect me to be your MP, I will be deeply grateful and honored to be your MP. അതുകൊണ്ട് നിങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആദരവാണ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ, എനിക്കൊരു അവസരം നൽകുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് തീർച്ചയായും കടപ്പെട്ടിരിക്കും. Relationships between leaders and people should be like the relationship Rahul Gandhi has with you. ജനങ്ങളും നേതാക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണോ അങ്ങനെ ആയിരിക്കണം നേതാക്കളും ജനങ്ങളും തമ്മിലുള്ള ബന്ധം. It should be based on honesty, on loyalty, and it should be based on fighting for you, for what is right for you and for your daily life struggles. ആ ബന്ധം എന്ന് പറയുന്നത് സത്യസന്ധതയിലും വിശ്വസ്തതയിലും ആധാരമായി അടിസ്ഥാനപ്പെടുത്തിയതായിരിക്കണം. അത് നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നത്, നിങ്ങളുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോരാട്ടം നടത്തുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം ആ ബന്ധം. So many of my sisters standing here, I know that life is not easy for you. എൻ്റെ ഒരുപാട് സഹോദരിമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. എനിക്കറിയാം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അവർക്ക് എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം. I know that no matter how hard you work to educate your children, they face a future where unemployment today in our country is higher than ever. എനിക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. പക്ഷേ അവരുടെ ഭാവി എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കുള്ള ഒരു ഭാവിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നത്. Prices are so high today
that even if every member of the family works, it's still not enough to make ends meet. കാരണം ഇത്രയും അധികം വിലക്കയറ്റം നമ്മുടെ നാട്ടിലുണ്ട്. വീട്ടിലെ എല്ലാ അംഗങ്ങളും ജോലി ചെയ്താലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന്. You need better access to health care. You need better access to drinking water and better access to educational institutions. നിങ്ങൾക്ക് ആരോഗ്യ സംവിധാനങ്ങളിലേക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അതുപോലെ കൂടുതൽ ശുദ്ധജലം ലഭ്യമാക്കാനുള്ള, കുടിവെള്ളം ലഭ്യമാക്കാനുള്ള സൗകര്യം ആവശ്യമുണ്ട്. The cancer rate in Tavinjal is high. You need proper screening and health support. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യപരമായി ബന്ധപ്പെട്ട കൂടുതൽ ചികിത്സകളും കൂടുതൽ ടെസ്റ്റുകളും സംവിധാനങ്ങളും നടക്കാനുള്ള പിന്തുണയും നിങ്ങൾക്ക് ഉണ്ടാവണം. Your primary health center has not been upgraded since 2016, despite it being voiced again and again, and Rahul ji fighting for it also. 2016 മുതൽ നിങ്ങൾ ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. രാഹുൽ ജി അതിനുവേണ്ടി വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. The Valad Pariya Road. Tell them I will take a little time to learn. ഞാൻ മലയാളം പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും എന്ന് പറയാൻ ഇവിടെ ആവശ്യപ്പെടുകയാണ്. So the Valad Pariya Road has collapsed. വലാഡ് പെരിയാട് റോഡ് തകർന്നു പോയി. It needs repairing. അത് റിപ്പയർ ചെയ്യണം. ആ റോഡ് നന്നാക്കി എടുക്കണം. Same for Nedumpoil Road. നെടുമ്പയൽ റോഡിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. All these works have to be done. ഈ പ്രവർത്തികളെല്ലാം ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. My tribal sisters and brothers are lacking facilities. നമ്മുടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ധാരാളം സൗകര്യങ്ങളുടെ അഭാവമുണ്ട്. Earlier Manrega used to give employment and used to give jobs. But Modi ji's government has reduced the funding, so there are less jobs available even in the Manrega scheme. നേരത്തെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേർക്ക് ജോലി ലഭിച്ചിരുന്നു. പക്ഷേ ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആ പദ്ധതിക്കുള്ള സാമ്പത്തിക സഹായം കുറച്ചത് മൂലം ഇന്ന് അവിടെയും ജോലി കുറച്ചാണ് ലഭിക്കുന്നത്. You must be knowing that Rahul ji had started mobile vans in tribal areas. നിങ്ങൾക്ക് അറിയാമായിരിക്കും ആദിവാസി മേഖലകളിൽ രാഹുൽ ജി മൊബൈൽ വാനുകൾ തുടങ്ങിയത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. So we need to continue programs like that and start more of them. അതുപോലെ അത്തരത്തിലുള്ള ധാരാളം പുതിയ പദ്ധതികൾ നമുക്ക് തുടരേണ്ടതും ആവിഷ്കരിക്കേണ്ടതായിട്ടുമുണ്ട്. The loss of life and the loss of crops because of the man-animal conflict is a major issue here. മനുഷ്യ വന്യജീവി സംഘർഷം മൂലം നിങ്ങളുടെ വിളകൾ നശിക്കുന്നു, അതുപോലെ മനുഷ്യ ജീവൻ നശിക്കുന്നു, ഇല്ലാതാകുന്നു. അത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. And I can understand how you must be feeling when you're toiling day and night on your fields, but you don't know when some animal is going to come and destroy everything, and you have no protection. And if everything is destroyed either by the animals or by the continuous rain, you don't get enough compensation. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ രാവും പകലും കഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ. പക്ഷെ ഒരു ദിവസം ഏതോ മൃഗം വന്ന് നിങ്ങളുടെ വിളകളെല്ലാം നശിപ്പിക്കുന്നു. അതുപോലെ നിരന്തരം മഴയുണ്ടാകുന്നു, നിങ്ങളുടെ വിളകൾ നശിപ്പിക്കപ്പെടുന്നു. നിങ്ങൾക്ക് യാതൊരു സംരക്ഷണവും ലഭിക്കുന്നില്ല, നിങ്ങൾക്കൊരു പിന്തുണയും ലഭിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Farmers are the backbone of our country. നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ കർഷകരാണ്. With your hard work you feed the entire nation. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ഈ രാജ്യത്തിന് മുഴുവൻ അന്നം നൽകുന്നത് നമ്മുടെ കർഷകരാണ്. And look at the crops that you grow here in Wayanad. Coffee, tea, banana, rice, areca. നിങ്ങൾ ഇവിടെ കാപ്പി, തേയില, അതുപോലെ വാഴകൃഷി, വാഴപ്പഴം കൃഷി നടത്തുന്നു, അതുപോലെ നെൽകൃഷി നടത്തുന്നു, അടയ്ക്ക കൃഷി നടത്തുന്നു. അങ്ങനെ എത്ര വിവിധ തരത്തിലുള്ള വിളകളാണ് നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. If we work together to put together good marketing, packaging, food processing schemes and programs for you, so much progress can be made. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പുതിയ ഭക്ഷ്യ സംസ്കരണ പദ്ധതികൾ, നിങ്ങൾ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനുള്ള പദ്ധതികളൊക്കെ ചേർന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിങ്ങൾക്ക് ഒരുപാട് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും. Farmers need maximum support. നമ്മുടെ നാട്ടിലെ കർഷകർക്ക് പരമാവധി പിന്തുണ ലഭിക്കേണ്ട ആവശ്യമുണ്ട്. Look at the government at the center. They have waived loans of 16 lakh crores for a handful of businessmen who are their friends. But they do not give you the right compensation when you suffer. നിങ്ങൾ കേന്ദ്രത്തിലെ ഗവൺമെന്റ് എന്താണെന്ന് ചെയ്യുന്ന നോക്കുന്നു. അവരുടെ ഒരു പിടി അതിസമ്പന്നരായ വ്യവസായ സുഹൃത്തുക്കൾക്ക് വേണ്ടി 16 ലക്ഷം കോടിയുടെ വായ്പയാണ് അവർ എഴുതി തള്ളിയത്. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പിന്തുണ നൽകാൻ, നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല.
A few days ago, I was driving through Wayanad. I passed a sports stadium and I stopped to talk it to the children and watch their game. And my son plays a lot of soccer and I've been watching soccer. My brother used to play when he was younger for a long time. So I could tell how much talent there is, how well the children were playing. കുറച്ച് ദിവസം മുമ്പ് ഞാൻ വയനാട്ടിലെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഒരു സോക്കർ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ അതുവഴി പോവുകയായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇറങ്ങി അവിടുത്തെ ആളുകളോടൊക്കെ സംസാരിച്ചു. അവിടെ കളിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്തുമാത്രം കഴിവാണ് ആ കുട്ടികൾക്കുള്ളത്. എൻ്റെ മകൻ ഫുട്ബോൾ കളിക്കും, അതുകൊണ്ട് എനിക്കറിയാം. എൻ്റെ സഹോദരൻ ചെറുതായിരുന്നപ്പോൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. എന്തുമാത്രം കഴിവാണ് ആ കളിക്കുന്ന കുട്ടികൾക്കുള്ളത്. And while I was watching them, I was thinking children in Delhi get the opportunity to go to sports camps. They go to big sports facilities, have good stadiums and coaches, and they even get the opportunities to go abroad if they play well. അപ്പോൾ ഇവരെ ഈ കുട്ടികളെ വയനാട്ടിൽ ഇവിടെ കളിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഡൽഹിയിലൊക്കെയുള്ള കുട്ടികൾ അവർ വലിയ കായിക പരിശീലന കേന്ദ്രങ്ങളിൽ പോകുന്നു, വലിയ സ്റ്റേഡിയങ്ങളിൽ പോകുന്നു. അത് മാത്രമല്ല അവർക്ക് വിദേശത്ത് പോയി പരിശീലനം ലഭിക്കാനുള്ള സൗകര്യം പോലും ആ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഡൽഹിയിലുള്ളവർക്ക്. Why shouldn't the children of Wayanad get the same opportunity? എന്തുകൊണ്ട് വയനാട്ടിലെ കുട്ടികൾക്കും ഫുട്ബോൾ കളിക്കുന്ന വയനാട്ടിലെ കുട്ടികൾക്കും അതേ അവസരങ്ങൾ വേണ്ടേ? Especially when they are so talented and so driven. ഇത്രമാത്രം ഒരു ആവേശത്തോടുകൂടി ഊർജ്ജത്തോടുകൂടി ഇത്ര കഴിവോടുകൂടി കളിക്കുന്ന കായിക വിനോദത്തിൽ ഏർപ്പെടുന്ന വയനാട്ടിലെ കുട്ടികൾക്ക് അതേ അവസരങ്ങൾ വേണ്ടേ? My sisters and brothers, there are 147 unnatis here and they need focused infrastructure. You need good health facilities. Rahul ji has been fighting for the medical college in Mananthavady, but that's not the only facility that we are going to continue the fight for. After all his efforts, the government has put a board saying medical college, but still not started any facility, proper facility, because they are playing politics with your lives. നിങ്ങൾക്കറിയാം ഇവിടെ 147 SC/ST ഉന്നതീസ് ഉണ്ട്. ഇവിടെ ധാരാളം നിങ്ങൾക്ക് ആരോഗ്യ സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. മെഡിക്കൽ കോളേജ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ്. രാഹുൽ ജി അതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടും ഇവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചിട്ടുള്ളതല്ലാതെ നിങ്ങൾക്ക് യാതൊരു സൗകര്യവും മെഡിക്കൽ കോളേജിൽ അവിടെ ലഭ്യമല്ല. So health centers need to be strengthened. The mobile vans Rahul ji started need to be multiplied so that healthcare reaches you. Cancer screening can be done even in your villages through mobile vans. അത് മാത്രമല്ല, at least the basic screening can be done. ഇവിടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ മൊബൈൽ വാനുകൾ തുടരേണ്ടതുണ്ട്. ക്യാൻസർ പരിശോധന നടത്താനുള്ള സൗകര്യങ്ങൾ നിങ്ങളുടെ ഗ്രാമങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട്. And for communities like the Paniya community, you need new educational facilities, better hostel facilities, better boarding schools. പണിയ സമുദായം പോലെയുള്ള സമുദായങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ബോർഡിംഗ് സ്കൂളുകളുടെ സൗകര്യങ്ങൾ, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. You have such a beautiful, I say constituency, such a beautiful land you have. നിങ്ങൾക്ക് ഈ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് എന്ത് മനോഹരമായ ഒരു നിയോജക മണ്ഡല സ്ഥലമാണ് നിങ്ങൾക്കുള്ളത്. എന്ത് മനോഹരമായ നാടാണിത്. And such a history, deep history, like of the Valiyurkav temple and the festival you have there, the Thiramahotsav. നിങ്ങൾക്ക് വള്ളിയൂർക്കാവ് ക്ഷേത്രമുണ്ട്, അവിടുത്തെ ഉത്സവങ്ങളുണ്ട്, അതുപോലെയുള്ള മഹത്തായ പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. And you have 8 churches here. You have the Saint Sebastian festival also. നിങ്ങൾക്ക് ഇവിടെ 8 പള്ളികളുണ്ട്. സെയിന്റ് സെബാസ്റ്റ്യൻ ഫെസ്റ്റിവൽ ആഘോഷം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. It would be wonderful to be able to strengthen tourism even around these festivals. ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി ഇവിടുത്തെ വിനോദസഞ്ചാരത്തെ കൂടുതൽ വിപുലമാക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും അത് ഏറ്റവും മനോഹരമായ ഒരു ആശയമായിരിക്കും. There is so much that we can do if we work together. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് വയനാടിന് വേണ്ടി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. And you are sensible, wise people. You must be recognizing different type of politicians also. നിങ്ങൾ വളരെ ബുദ്ധിയുള്ള സംവേദനക്ഷമയുള്ള ആളുകളാണ്. പലതരത്തിലുള്ള രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയാം. There are those who are only interested in power. ഒരു തരം രാഷ്ട്രീയക്കാരുണ്ട്, അവർക്ക് അധികാരത്തിൽ മാത്രമാണ് താല്പര്യമുള്ളത്. They will do anything to stay in power. അധികാരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. And you have seen that in 10 years. നിങ്ങൾ കഴിഞ്ഞ 10 വർഷം ആ രാഷ്ട്രീയം അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ട്. You have seen how the politics of the BJP and Narendra Modi ji have tried to divide this country. നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണോ ബിജെപിയുടെയും നരേന്ദ്രമോദിയുടെയും രാഷ്ട്രീയം ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ചതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്.
And it is the greatness of the people of Wayanad that in this area over here, on your land, all religions have lived peacefully up till now. വയനാടിന്റെ മഹത്വമാണ് നിങ്ങളുടെ ഭൂമിയിൽ ഇതുവരെ എല്ലാ മതത്തിലും പെട്ട ആളുകൾ സമാധാനത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചിട്ടുണ്ടെന്നുള്ളത് വയനാടിന്റെ മഹത്വമാണ്. Sisters and brothers, when politicians only work to remain in power at any cost, when they no longer care about the people who put them in power, then the country enters a dangerous phase. നിങ്ങൾക്കറിയാവോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നവർ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ അവരുടെ ഒരേ ഒരു ലക്ഷ്യം അധികാരത്തിൽ നിലനിൽക്കുക എന്നത് മാത്രമാകുമ്പോൾ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് അപകടകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ്. And we have been going through that phase since Modi ji became our prime minister. നരേന്ദ്ര മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതു മുതൽ അത്തരം ഒരു അപകടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. Every single democratic institution has been weakened in these 10 years. ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഈ രാജ്യത്തിലെ ഓരോ ജനാധിപത്യ സ്ഥാപനത്തെയും ദുർബലപ്പെടുത്തിയിരിക്കുന്നു. Everything that rightfully belonged to the people of India, our airports, our ports, the land that belongs to tribal peoples, all across India has been handed over to a few businessmen who are his friends. നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് നിയമപരമായി അവകാശപ്പെട്ട എല്ലാം, അവരുടെ ഭൂമി, അവരുടെ വിമാനത്താവളങ്ങൾ, അവരുടെ തുറമുഖങ്ങൾ, ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ കുറച്ച് വ്യവസായികൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. India was founded on the politics of Mahatma Gandhi ji. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. He was inspired by every religion, by Christianity, by Islam, by Hinduism, by the Bhagavad Gita. മഹാത്മാഗാന്ധിയെ ക്രിസ്ത്യാനിറ്റി, അതുപോലെ ഹിന്ദുയിസം, ഇസ്ലാം, അതുപോലെ ഭഗവത്ഗീത, എല്ലാ മതങ്ങളിൽ നിന്നും അദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. And we gained our freedom after a brave and courageous fight which was unique in the world because it was non-violent. നമ്മൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയെന്നറിയാമോ? ധൈര്യമുള്ള, കരുത്തുള്ള, ലോകത്തിൽ നിന്ന് മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. India became great in this entire region. We shined because we were democratic, because the power of the people was paramount in India. ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ ലോകരാജ്യങ്ങളിൽ ഏറ്റവും മികച്ചതായത്? ഇന്ത്യ എന്താണ് തിളങ്ങിയതെന്ന് നിങ്ങൾക്കറിയുമോ? കാരണം നമ്മൾ ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പവറാണ്, ജനങ്ങളുടെ ശക്തിയാണ്, അവരുടെ അധികാരമാണ് ഇന്ത്യയിൽ ഏറ്റവും വലുത്. Every other country around us which failed democracy failed as a nation. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ചുറ്റുമുള്ള ബാക്കി എല്ലാ രാജ്യങ്ങളും ജനാധിപത്യം പരാജയപ്പെട്ട രാജ്യങ്ങളെല്ലാം ഒരു ദേശം എന്ന നിലയിൽ പരാജയപ്പെട്ടു. We are the people of India. നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയിലെ ജനങ്ങളാണ് നമ്മൾ. And today it is for us to understand that we are fighting for much more than ourselves. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ പോരാടുന്നത് നമുക്ക് വേണ്ടിയല്ല, നമുക്കുപരിയായി, നമ്മളിൽ ഉപരിയായി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോരാട്ടം നടത്തുന്നത്? When Rahul Gandhi walks from Kanyakumari to Kashmir 4,000 kilometers talking about peace and unity and love and friendship, he is not walking because he wants to be prime minister, or he is not walking because he wants power. He is walking because he believes deeply that India as a democratic nation can become the greatest nation in this world. But if we forsake democracy, then India, like the other nations around it, will face destruction. നിങ്ങൾക്കറിയാമോ, രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 4000 കിലോമീറ്റർ നടന്നപ്പോൾ രാജ്യത്തെ സമത്വത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, സൗഹൃദത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് നടന്നപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയല്ല നടന്നത്, അദ്ദേഹം അധികാരം കിട്ടാൻ വേണ്ടിയല്ല നടന്നത്. ഈ രാജ്യം, ഇന്ത്യ, ഈ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാകണമെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യം നിലനിർത്തണം. ജനാധിപത്യം നിലനിന്നെങ്കിൽ, ജനാധിപത്യത്തെ ഉപേക്ഷിച്ചാൽ മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കും ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നടന്നത്. And we are fighting for the kind of politics that respects the public above all. നമ്മൾ പോരാടുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ, എല്ലാറ്റിനും ഉപരിയായി ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ പോരാടുന്നത്. Where we fight to give you better drinking water, better health facilities, better educational opportunities,
better job opportunities, a better future, but we also fight to give you your democratic right as equals as citizens of this nation. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ശുദ്ധജല സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടി, മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി, മെച്ചപ്പെട്ട സമത്വ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടുമ്പോൾ അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ പോരാടുന്നത്. And we fight to respect and honor every freedom fighter who fought for our freedom here in Wayanad and across the nation. ഈ വയനാട്ടിൽ മാത്രമല്ല രാജ്യം മുഴുവനും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി പോരാടിയ ഓരോ സ്വാതന്ത്ര്യ സമര സേനാനിയെയും ബഹുമാനിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഇന്ന് ഈ പോരാട്ടം നടത്തുന്നത്. So sisters and brothers, my brother will tell you, and maybe my husband also, that I am a very strong fighter. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ സഹോദരൻ അതുപോലെ എൻ്റെ ഹസ്ബൻഡും ജീവിത പങ്കാളി അദ്ദേഹവും പറയും ഞാൻ വളരെ ശക്തിയോടുകൂടി പോരാടുന്ന ഒരാളാണ് എന്ന് പറയും. If you give me the chance to fight for you, to raise your voice in parliament, on every other platform, to create a better future for you, to work with you, to improve the infrastructure here, to improve education facilities, health facilities, job opportunities, and to fight for the country that we all love, I will be the most honored and I will feel most grateful to you. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനത്തിന്, മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന്, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കും എല്ലാം വേണ്ടി ഇന്ത്യൻ പാർലമെന്റിലും മറ്റ് വേദികളിലും ഒക്കെ പോരാടാനുള്ള ഒരവസരം നൽകുകയാണെങ്കിൽ, നിങ്ങളുടെ ശബ്ദം ഉയർത്താനുള്ള ഒരു അവസരം നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഞാൻ ആദരിക്കപ്പെട്ടതായി കണക്കാക്കും. ഞാൻ നിങ്ങളോട് ഏറ്റവും അധികം കടപ്പാടുള്ള ആളായിരിക്കും. But more than anything else, I want to tell you that the bond that ties you with my brother and my family is a bond of love and respect. എല്ലാറ്റിനും ഉപരിയായി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളും എൻ്റെ സഹോദരനും നിങ്ങളും എൻ്റെ കുടുംബവും തമ്മിലുള്ള ബന്ധം എല്ലാറ്റിനുപരിയായി സ്നേഹത്തിൻ്റെ, ബഹുമാനത്തിൻ്റെ ഒരു ബന്ധമാണ്. Whether you elect me as your member of parliament or not, that bond will only be strengthened by us day after day after day. ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾ എന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും നിങ്ങളും ഞാനും നമ്മളും തമ്മിലുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ബന്ധം ഓരോ ദിവസം കഴിയുമ്പോഴും ശക്തിപ്പെടുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് നൽകുന്നു. Because the respect for you is deep in our hearts. കാരണം നിങ്ങളോട്, ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്കുള്ള ബഹുമാനം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലുള്ളതാണ്. And for all the love and affection that you have given to my family for generations. നിങ്ങൾക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും തലമുറകളായി നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സ്നേഹത്തിനും എല്ലാ ബഹുമാനത്തിനുമുള്ള നന്ദി ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും. And out of the deepest respect for you, I want to assure you that I will work harder for you than anyone else. And I will not let you down. നിങ്ങളോടുള്ള ആഴത്തിലുള്ള ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കഠിനമായി, മറ്റാരെക്കാളും കഠിനമായി ഞാൻ പ്രവർത്തിക്കും. നിങ്ങളെ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്തില്ല. Thank you again for waiting for me in the rain. It started raining again, so I'll let you all go. I will come and see you again soon. Thank you. നിങ്ങൾ ഈ മഴയത്ത് വന്ന് എന്നെ കാത്തു നിന്നതിന് വളരെയധികം നന്ദി. ഇനിയും മഴ പെയ്യാൻ തുടങ്ങുകയാണ്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ അധികം കാത്തു നിൽക്കുന്നില്ല. നിങ്ങളെ ഞാൻ വീണ്ടും വന്ന് കാണാം. നന്ദി.